Hi dear students, welcome to a new session of Color Cube. Today let us continue with the chapter 6, Safety and First Aid. In this session, we are going to discuss on safety at home. Safety at home. It means that whenever we are at home, what are the safety measures we should take in order to avoid accidents? നമ്മൾ വീട്ടിലായിരിക്കുന്ന അവസരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല, എങ്ങനെയൊക്കെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് ഡു നോട്ട് പ്ലേ വിത്ത് ഇലക്ട്രിക് അപ്ലയൻസസ് ലൈക്ക് അയൺ ബോക്സ്, ഹെയർ ഡ്രയർ ഓർ മിക്സർ, ഗ്രൈൻഡർ എക്സെട്ര. നമ്മൾ കുട്ടികളായ നമ്മൾ ഒരു കാരണവശാലും ഇലക്ട്രിക് അപ്ലയൻസസ് ആയിട്ട് കളിക്കാൻ പാടില്ല. അയൺ ബോക്സ്, മിക്സി, ഗ്രൈൻഡർ, ഈ റെഫ്രിജറേറ്റർ, ഇതൊന്നും വെച്ച് നമ്മൾ കളിക്കാൻ പാടില്ല. പേരൻസിനോടും ചെയ്തു തരും, അവർ ചെയ്തു തന്നോളൂ. അവരുടെ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫോളോ ചെയ്യണം നിർബന്ധമായിട്ടും. ഇവിടെ ഈ ഫിഗറിൽ കാണിക്കാം, ഒരു കുഞ്ഞു കുട്ടി അയൺ ബോക്സ് എടുത്ത് കളിക്കുന്നുണ്ടോ? ഇങ്ങനെ കളിച്ചാൽ എന്ത് സംഭവിക്കുക? പെട്ടെന്ന് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ അനിയനോ അനിയത്തിമാരൊക്കെ ഇലക്ട്രിക് അപ്ലയൻസസ് വെച്ച് കളിക്കുമ്പോൾ അത് അവരുടെ കയ്യെത്തും ദൂരത്തുനിന്ന് മാറ്റി നിർത്തണം. കുട്ടികളോട് അത് പറഞ്ഞും കൊടുക്കണം. നെക്സ്റ്റ് വൺ, ഡു നോട്ട് പുട്ട് യുവർ ഫിംഗേഴ്സ് ഇൻസൈഡ് ആൻ ഇലക്ട്രിക് സോക്കറ്റ്. ഇവിടെ നമുക്ക് കാണാം, ഇലക്ട്രിക് സോക്കറ്റ് എന്ന് പറഞ്ഞാൽ ചാർജ് ഒക്കെ ചെയ്യുന്ന 3 ഹോൾസ് ഉള്ള ഒരു ഇത് കണ്ടിട്ടില്ല എല്ലാവരും, പ്ലഗ്, അതിനെയാണ് ഇലക്ട്രിക് സോക്കറ്റ്. ആ ഇലക്ട്രിക് സോക്കറ്റിൽ നമ്മുടെ കൈകൾ ഒരു കാരണവശാലും ഇടാൻ പാടില്ല. അതുകൊണ്ട് കുഞ്ഞു കുട്ടികളുടെ കുഞ്ഞു വിരലുകളൊക്കെ ആ ഹോൾസിൽ ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളും ഇടാൻ പാടില്ല, നമ്മുടെ അനിയന്മാരും അനിയത്തിമാരും ചെയ്യുന്നത് കണ്ടാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മുടെ പേരൻസിനോട് പറയണം ഇലക്ട്രിക് സോക്കറ്റ് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ ഉപയോഗിച്ച് അത് കവർ ചെയ്ത് വെക്കണം. അത് അങ്ങനെ കവർ ചെയ്ത് വെച്ചാൽ കുഞ്ഞു കുട്ടികൾ അവരുടെ വിരലുകൾ ഇടത്തില്ലല്ലോ. You see, in this figure you can see it. Do not put your fingers inside an electric socket. Next point, do not touch an electric switch with wet hands. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നനവുള്ള കൈയോട് കൂടി ഒരു ഇലക്ട്രിക് സാധനത്തിലും ടച്ച് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഇലക്ട്രിക് സ്വിച്ചുകൾ ഇടാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ പാടില്ല. കൈ, ഉണങ്ങിയ കൈ എന്നാൽ നമ്മുടെ കൈ നനഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അത് തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ഇലക്ട്രിക് സ്വിച്ചുകൾ തൊടാൻ. വെറ്റ് ഹാൻഡുമായിട്ട് ഇലക്ട്രിക് സ്വിച്ച് തൊട്ടാൽ എന്താ സംഭവിക്കുക? നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ഡു നോട്ട് പ്ലേ വിത്ത് ഫയർ. വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് മാച്ച് ബോക്സും അങ്ങനെയുള്ള സാധനം, ലൈറ്ററൊക്കെ നമുക്കറിയാം എവിടെ ഇരിക്കുന്നതെന്നൊക്കെ. അതുകൊണ്ട് പേരൻസ് ഇല്ലാത്ത സമയത്ത് പല കുട്ടികളും ഈ തീയൊക്കെ ഉപയോഗിച്ച് കളിക്കാറുണ്ട്. അത് വലിയ അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് നല്ല മിടുക്കരായ നമ്മൾ ഒരു കാരണവശാലും തീ ഉപയോഗിച്ച് കളിക്കാൻ പാടില്ല. ഡു നോട്ട് ലൈറ്റ് മാച്ച് സ്റ്റിക്ക് ഓർ ഗ്യാസ് ലൈറ്റർ. നമ്മൾ ഒരു കാരണവശാലും മാച്ച് സ്റ്റിക്ക് കത്തിക്കുക, മാച്ച് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ തീപ്പെട്ടിയോ ഗ്യാസ് ലൈറ്ററോ ഒന്നും കത്തിക്കാൻ പാടില്ല. ഓൾവേസ് ലൈറ്റ് ഫയർ ക്രാക്കേഴ്സ് വെൻ ആൻ അഡൽട്ട് ഈസ് പ്രസൻറ്റ്. വാട്ട് ഈസ് മീൻ ബൈ ഫയർ ക്രാക്കർ? ഫയർ ക്രാക്കർ എന്ന് പറഞ്ഞാൽ പടക്കം. നമ്മളൊക്കെ ദീപാവലിക്കൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കാറുണ്ട്. പടക്കം പൊട്ടിക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ മുതിർന്ന ആൾക്കാർ, പേരൻസോ ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അവരുടെ അടുത്ത് വെച്ച് മാത്രം ചെയ്യുക. അവർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം പടക്കമൊക്കെ പൊട്ടിക്കാൻ, അല്ലെങ്കിൽ അപകടം വരും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഫയർ ആക്സിഡൻറ്റ്സ് ക്യാൻ ബി ഡേഞ്ചറസ്. They can lead to major loss of life and property. വളരെ അപകടകരമായ ഒരു കളിയാണ് തീ വെച്ചുള്ളത്. നമ്മൾ ഒരു കാരണവശാലും തീ ഉപയോഗിച്ച് കളിക്കാൻ പാടില്ല. തീ ഉപയോഗിച്ച് കളിച്ചാൽ നമുക്ക് നമ്മുടെ ജീവൻ തന്നെ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ വീടൊക്കെ കത്തിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും തീ ഉപയോഗിച്ച് കളിക്കാൻ പാടില്ല. നമ്മുടെ കൂട്ടുകാരോ അനിയന്മാരൊക്കെ തീ ഉപയോഗിച്ച് കളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. നെക്സ്റ്റ് പോയിന്റ് ഇസ് ഡു നോട്ട് പ്ലേ വിത്ത് ഷാർപ്പ് ഒബ്ജക്ട്സ് സച്ച് ആസ് നൈഫ്സ് ആൻഡ് സിസേഴ്സ്. നൈഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നൈഫ്സ് എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള കത്തിയില്ലേ,
കത്തികളെയാണ് നൈഫ്സ് എന്ന് പറയുന്നത്. സിസേഴ്സ് എന്ന് പറഞ്ഞാൽ കത്രിക. ഷാർപ്പ് ഒബ്ജക്ട്സ് ആയ കത്രിക, കത്തി ഇവയൊന്നും ഉപയോഗിച്ച് നമ്മൾ കളിക്കാൻ പാടില്ല. അവ ഉപയോഗിച്ച് കളിച്ചാൽ എന്താ സംഭവിക്കുക? നമ്മുടെ കൈ മുറിയോ ചോരയൊക്കെ വന്ന് വലിയ അപകടം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ കത്തിയോ കത്രികയോ ഒന്നും ഉപയോഗിച്ച് കളിക്കരുത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് in the kitchen, be careful with the gas stove and hot food. You might accidentally burn yourself. എന്ന് പറഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ് ഹൈറ്റുള്ള സ്റ്റൂളിലൊക്കെ ചൂടുള്ള പാത്രവും ചായയൊക്കെ ഉണ്ടാവും. അത് നമ്മൾ അറിയാണ്ട് പെട്ടെന്ന് വലിച്ചാൽ ആ ചായയോ വെള്ളമോ ഒക്കെ നമ്മുടെ ദേഹത്തോട്ട് മറിയുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് പൊള്ളും. അങ്ങനെ നമ്മുടെ ശരീരമൊക്കെ ഇൻജേർഡ് ആകും. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാരണവശാലും നമ്മൾ സ്റ്റൗവിലിരിക്കുന്ന പാത്രങ്ങളൊന്നും പെട്ടെന്ന് വലിച്ചെടുക്കരുത്. വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. കാരണം സ്റ്റൗവിലൊക്കെ ചൂടായിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ് ഉള്ളത്. അത് നമ്മുടെ ദേഹത്തോട്ട് മറിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ദേഹമൊക്കെ പൊള്ളിപ്പോകും. അതുകൊണ്ട് കിച്ചണിലുള്ള ഓരോ സാധനങ്ങളും, കിച്ചണിലുള്ള കാര്യങ്ങളും ഓരോ പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് പേരൻസിനോട് പറയുക, അവരെടുത്തു തരും. Next one is, do not drink or eat medicines without knowing their use. Always ask a grown-up to be sure about the dosage of the medicine. നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് മെഡിസിൻസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് മെഡിസിൻസ് ഉണ്ടാവും, നമ്മുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ മെഡിസിൻസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആ കാണുന്ന മെഡിസിൻ ഒന്നും എടുത്ത് കഴിക്കരുത്. പേരൻസ് നമുക്ക് എടുത്തു തരുന്ന കാര്യങ്ങൾ മാത്രം കഴിച്ചാൽ മതി. അവർക്കറിയാം നമുക്ക് ഏതൊക്കെ മെഡിസിനാണ് വേണ്ടത്, എത്ര ഡോസ് ആണ് വേണ്ടതെന്ന്. അതുകൊണ്ട് വെറുതെ കാണുന്ന മെഡിസിൻസ് ഒന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. കഴിച്ചാൽ നമ്മുടെ ജീവന് തന്നെ വലിയ നഷ്ടം സംഭവിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഡു നോട്ട് കവർ യുവർ ഫേസ് വിത്ത് പ്ലാസ്റ്റിക് ഷീറ്റ്സ് വൈൽ പ്ലേയിങ്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ കൂട്ടുകാരുടെ ഒക്കെ കൂടെ പോയി കളിക്കുമ്പോൾ പ്ലാസ്റ്റിക് കവറൊക്കെ ഉപയോഗിച്ച് ചിലപ്പം മുഖം അങ്ങനെ മറയ്ക്കും. അങ്ങനെ ഒരു കാരണവശാലും മുഖം അങ്ങനെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിച്ച് മറയ്ക്കാൻ പാടില്ല. പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് മറിച്ചാൽ എന്താ സംഭവിക്കുക? ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ വരും. പെട്ടെന്ന് അവർക്ക് തലകറക്കമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് മറ്റുള്ളവരുടെ മുഖം മറയ്ക്കരുത്. Next point, do not lean out of open balconies or windows. നമ്മുടെയൊക്കെ വീടിന്റെ 2ാം നിലയിൽ ഓപ്പൺ ആയിട്ടുള്ള പ്ലേസ് ഇല്ലേ, അവിടെ നിന്ന് താഴത്തേക്ക് എത്തി വലിഞ്ഞു നോക്കരുത്. അതാണ് പറയുന്നത്. സ്റ്റെയർ കേസിലും ബാൽക്കണീസിലൊക്കെ നിന്ന് തൊട്ട് താഴെയുള്ള നിലയിലേക്ക് നമ്മൾ എത്തിയൊക്കെ നോക്കാറില്ലേ, അങ്ങനെ നോക്കരുത്. നോക്കിയാൽ പെട്ടെന്ന് കാൽ വഴുതി താഴേക്ക് വീഴാനുള്ള സാധ്യത ഉണ്ട്. അത് വലിയൊരു അപകടം നമുക്ക് വരുത്തി വെക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളും അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് അറിവില്ല, അവരറിയാണ്ട് ചെയ്തു. അതുകൊണ്ട് നമ്മളാണ് അവരെ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് വൺ, ഡു നോട്ട് ക്ലൈംബ് ഓൺ ചെയർസ് ആൻഡ് ടേബിൾസ്. നമ്മൾ വീട്ടിൽ ചെയറും ടേബിളൊക്കെ വലിച്ചിട്ട് അതിൽ കയറാറില്ലേ, അങ്ങനെ ചെയ്യരുത്. അവ വഴുതി വീണ് നമുക്ക് അപകടം സംഭവിക്കും. അതുകൊണ്ട് ഡു നോട്ട് ക്ലൈംബ് ഓൺ ചെയർസ് ആൻഡ് ടേബിൾസ്. നെക്സ്റ്റ് പോയിന്റ്, ബി കെയർഫുൾ വൈൽ ക്ലൈംബിംഗ് അപ്പ് ഓർ ഡൗൺ ദ സ്റ്റെയർസ്. യു മൈറ്റ് ട്രിപ്പ് ആൻഡ് ഫാൾ. നമ്മൾ സ്റ്റെപ്സ് ഒക്കെ കയറി പോകുമ്പോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കാൻ പാടില്ല. പുറകോട്ട് തിരിഞ്ഞ് നോക്കിയാൽ നമ്മൾ വഴുതി വീഴാനുള്ള സാധ്യതയുണ്ട്. In the figure you can see a boy is looking back while climbing up. So you should not do it. It might trip and fall. നമ്മൾ തട്ടിയും തെന്നിയൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റെയർ കേസ് കയറുമ്പോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്. We should not go near burning candle or earthen lamps. Our clothes may accidentally catch fire. നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ തീയൊക്കെ വിളക്ക് കത്തിച്ച് വെക്കാം. വെളിയിലൊക്കെ വേസ്റ്റ് ഒക്കെ കത്തിക്കുന്ന കാണാറുണ്ടാവും. അവിടെയൊന്നും പോയി നമ്മൾ കൂടുതൽ അടുത്ത് ആ കത്തിക്കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ അടുത്തോട്ട് നിൽക്കരുത്. നമ്മളൊരു ഡിസ്റ്റൻസ് ഇട്ട് വേണം നിൽക്കാൻ. തൊട്ടടുത്ത് നിന്നാൽ എന്ത് സംഭവിക്കുക? നമ്മുടെ ഡ്രസ്സിനൊക്കെ തീ പിടിച്ച് നമ്മുടെ ശരീരം മൊത്തം തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല.
So read the textbook carefully. Thank you.